നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യരും വിപ്ലവകാരികളും തമ്മിൽ എന്താണ് വ്യത്യാസം? യാത്രികൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. നാം നിലനിൽക്കുന്ന വ്യവസ്ഥയോട് ഇണങ്ങിയും പിണങ്ങിയും ജീവിച്ചു പോകുന്നു. വിപ്ലവകാരികൾ തങ്ങൾ സ്വപ്നം കാണുന്ന വ്യവസ്ഥ പൊരുതി സൃഷ്ടിച്ച് അതിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. സ്വന്തമായി വനം സൃഷ്ടിക്കുന്ന മനുഷ്യരും വിപ്ലവകാരികളും തമ്മിൽ ഒരുപക്ഷെ വലിയ ദൂരമില്ല. വനസ്രഷ്ടാക്കൾ വ്യവസ്ഥയെ സമൂലം മാറ്റുന്നില്ലെങ്കിലും വ്യവസ്ഥയോട് പിണങ്ങി അവർ സ്വന്തമായ ഒരു പച്ചത്തുരുത്തുണ്ടാക്കുന്നു. നാടോടുമ്പോൾ അവർ നടുവേ ഓടുന്നില്ല. നീലക്കടമ്പിനെക്കുറിച്ചുള്ള സങ്കല്പം പോലെ അവർ ഒഴുക്കിനെതിരെ നീന്തുന്നു. സ്വന്തമായി വനം സൃഷ്ടിച്ച ചില വ്യക്തികളെയെങ്കിലും യാത്രികന് പരിചയമുണ്ട്. കാഞ്ഞങ്ങാടിനടുത്ത് പരപ്പയിൽ ഒരു വനമുണ്ടാക്കിയ അബ്ദുൽ കരീമിനെ യാത്ര മുമ്പ് പരിചയപ്പെടുത്തിയിരുന്നു. കോഴിക്കോട് ജില്ലയിലെ കുന്ദമംഗലത്തിനടുത്ത് പടനിലം ആരാമ്പ്രത്തെ ഉണ്ണീരിക്കുന്നിൽ ഒരു വനം നട്ടുവളർത്തിയ മാളിയേക്കൽ വളപ്പിൽ മുഹമ്മദ് കോയ അവരിൽ ഒരാൾ മാത്രമല്ല. വനം മാത്രമല്ല, ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ അഥവാ സസ്യോദ്യാനമാണ് മുഹമ്മദ് കോയ സൃഷ്ടിച്ചത്. ഒരു വ്യക്തിയുടെ മാത്രം പരിശ്രമ ഫലമായുള്ള സസ്യോദ്യാനം ഇന്ത്യയിൽ തന്നെ മറ്റൊന്നില്ലത്രേ. സസ്യോദ്യാനം എന്നതുപോലെ ഒരു സാഹിത്യോദ്യാനവുമാണ് മുഹമ്മദ് കോയയുടേത്. അതിലേക്ക് നമുക്ക് വഴിയേ വരാം. കോഴിക്കോട് വയനാട് റോഡിൽ പടനിലത്ത് നിന്ന് നരിക്കുനിയിലേക്കുള്ള വഴിയിൽ 1.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ VMK ബൊട്ടാണിക്കൽ ഗാർഡനിലെത്താം. VMK എന്നാൽ വി മുഹമ്മദ് കോയ. ഗേറ്റിൻ്റെ കവാടത്തിൽ തന്നെ മുഹമ്മദ് കോയ കാത്തിരിപ്പുണ്ടായിരുന്നു. യാത്രികൻ അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിരുന്നുവെങ്കിലും ആദ്യമായി കാണുകയാണ്. കാടുണ്ടാക്കിയ ഒരു മനുഷ്യൻ്റെ മനസ്സിൽ കേടുകളൊന്നും ഉണ്ടാവില്ലല്ലോ. കുശലങ്ങളും സ്നേഹസംഭാഷണങ്ങളും വിശേഷങ്ങളും പങ്കിട്ട് വനത്തിലേക്കുള്ള കയറ്റം. കോഴിക്കോട്ട് താമസിക്കേണ്ടിയിരുന്നില്ല. വെറുതെ എന്തിന് കാശു കളയുന്നു? വനത്തിനു നടുവിൽ ഒരു വിശ്രമ കേന്ദ്രമുണ്ട്. അവിടേക്ക് നേരെ വന്നാൽ മതിയായിരുന്നില്ലേ എന്നു പരിഭവം. ഈ വനത്തിനിപ്പോൾ മധുര 17 വർഷം മുമ്പ് തറവാട്ടു സ്വത്തായി കിട്ടിയ 30 സെൻറ്റും പിന്നീട് ബന്ധുക്കളിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയ 3 ഏക്കർ ഭൂമിയും ചേർത്ത് ഒരു സസ്യോദ്യാനം എന്ന ആശയത്തിന് മനസ്സിൽ വിത്തുപാകി. ഇപ്പം ഞാൻ വളരെ കുട്ടിയ അവസരത്തിൽ എൻ്റെ വീട്ടിൽ ബാപ്പ വെച്ച വൃക്ഷങ്ങൾ കാണാൻ വേണ്ടി ആൾക്കാർ വരുന്ന ഒരു ഓർമ്മ എന്നിലുണ്ട്. ഒരു പക്ഷേ അതായിരിക്കാം പിന്നീട് എനിക്ക് ഏറ്റവും അനുകൂലമായ സാഹചര്യം വന്ന സമയത്ത് ഒരു സ്വന്തം ഒരു വനമുണ്ടാക്കി കാണിക്കുക എന്നുള്ളൊരു ആഗ്രഹം വന്നു.
അങ്ങനെ ഞാൻ ഇതിലേക്ക് ഇറങ്ങി. 15 വർഷങ്ങൾക്ക് മുമ്പേ സ്വയം ഒരു കാടുണ്ടാക്കി കാണിക്കണം ഈ ആശയം മുന്നോട്ട് വന്നതാണ്. അതിപ്പോൾ ഈ വിധത്തിലൊക്കെ ആയി മാറിയിട്ടുണ്ട്. ഇവിടെ റബ്ബർ വെക്കാൻ വേണ്ടി എന്നെ ഉപദേശിച്ച ഒരുപാട് ആൾക്കാരുണ്ട്, തെങ്ങ് വെക്കാൻ വേണ്ടി ഉപദേശിച്ച ആൾക്കാരുണ്ട്, അങ്ങനെ ഒരുപാട് ആൾക്കാർ. ഞാൻ എല്ലാത്തിനെയും തള്ളിയിട്ട് എനിക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും കിട്ടിയില്ല എന്ന് വെച്ചാൽ തന്നെയും വലിയൊരു മാനസിക സംതൃപ്തി, അനേകരിൽ ഒരാളായി നിൽക്കാതെ വ്യത്യസ്തനായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നുള്ളൊരു പ്രവൃത്തി കൂടി മുന്നേറിയാണ്. ഒട്ടും ഖേദവുമില്ല. മരങ്ങൾക്കും സസ്യങ്ങൾക്കുമായി നാടെങ്ങും അലഞ്ഞു. അങ്ങനെ 1, 2, 3 എന്നിങ്ങനെ 300 വൃക്ഷ ഇനങ്ങളായി. കേരളത്തിലും തമിഴ്നാട്, കർണാടക എന്നുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു വഴിയോരത്ത് നിന്ന് തന്നെ എനിക്കൊരു വിത്ത്, ഒരു സീഡ് കിട്ടുകയാണെങ്കിലും ഞാൻ പോക്കറ്റിട്ട് കൊണ്ടുവരും. എന്നിട്ട് ഇവിടെ വെച്ച് അത് മുളപ്പിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കും. പിന്നെ സംസ്ഥാന സർക്കാരിൻ്റെ പീച്ചിയിൽ KFRI അവിടെ നിന്ന് എനിക്ക് ഒരുപാട് പ്രോത്സാഹനം കിട്ടിയിട്ടുണ്ട്. അവർക്ക് നിലമ്പൂരിലുണ്ട് ഒരു ശാഖ, പക്ഷേ KFRIയുടെ പീച്ചിയിൽ നിന്ന് എനിക്ക് ഒരുപാട് ഇത് കിട്ടിയിട്ടുണ്ട്. പിന്നെ കൽപ്പറ്റയിലെ സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് ഒരുപാട് ഇനങ്ങൾ. പിന്നെ പ്രൈവറ്റ് നഴ്സറികൾ, പിന്നെ ഗൾഫിൽ നിന്ന് വരുന്ന ചില ആൾക്കാർ അവിടെ നിന്ന് എനിക്ക് കൊണ്ടുതരും. അവർക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഇത് തൽപ്പരണ ഒരാളുണ്ടെങ്കിൽ അങ്ങനെ എനിക്ക് കുറേ അംബ്രല്ല ട്രീ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ദേവദാരു, മഹാഗണി, ഇലഞ്ഞി, മരുത്, കടമ്പ്, ഉങ്ങ്, പാല, രുദ്രാക്ഷം, നീർമാതളം, ഒലീവ് എന്നെല്ലാം കേട്ടാൽ വലിയ പരിചയക്കുറവൊന്നുമുണ്ടാകില്ല. എന്നാൽ ബറാബ, അനോരഞ്ജിതം, കരശ്, ബയോബാബ്, സിങ്കോണ, മയൂരി, കായം, ഭദ്രാക്ഷം, ലാങ്കിലാങ്കി, സിമറുബ, നോനി എന്നെല്ലാം കേട്ടാലോ? ഇവിടുത്തെ കാലാവസ്ഥയിൽ വളരും. കുന്തിരിക്കം നന്നായി വളരുന്നുണ്ട്. ഊതൊക്കെ വളരും. ആസാമിൽ നിന്നാണ് വരുന്നത്, പക്ഷേ നന്നായി വളരും. എത്ര വർഷം പ്രായം? അതിലൊരു 10 വർഷത്തെ പഴക്കം കാണും. കുന്തിരിക്കം 2 ടൈപ്പ് ഉണ്ട്. അതിൽ കുന്തിരിക്കത്തിന് മറ്റൊരു പേര് കൂടി ഉണ്ട്, പന്തപ്പൈൻ. പൈൻ വൃക്ഷത്തിൽപ്പെട്ട ഒരു മറ്റൊരു ഇനാണത് കുന്തിരിക്കം. അതെ, ബ്ലാക്ക് അല്ലാത്തതുണ്ട് അതിൽ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതാ കണ്ടില്ലേ, ബത്ലഹേമിലെ പുൽത്തൊട്ടിയിൽ ഉണ്ണിയേശു പിറന്ന സമയത്ത് കുന്തിരിക്കുമായിട്ടാണ് ഇടയന്മാർ പോയത്. അപ്പോൾ ആ കാലത്തെ ഏറ്റവും പ്രീഷ്യസ് ആയ ഒരു വസ്തുവായിട്ടാണുള്ളത് കുന്തിരിക്കം. അതുകൊണ്ട് അവർ അത് കൊണ്ടുപോയത്. ഊത് ഒരുപാട് വൃക്ഷങ്ങളുടെ കൂട്ടത്തിൽ എപ്പോഴെങ്കിലും ഒരു വൃക്ഷത്തിന് നമ്മളെ പറങ്കിമാവിന് കറ പിടിക്കുന്ന പോലെ അതിൽ നിന്ന് ഇത് ഒലിച്ചു വരും. അതല്ല, ഇപ്പോൾ അത് കൃത്യമായിട്ട് എടുക്കുന്ന ഇത് തുടങ്ങിക്കഴിഞ്ഞു. അത് ആസാമിൽ ആണ് ഇതിൻ്റെ ഇത്. പിന്നെ ശ്രീലങ്കയിലുണ്ട്. ഈ ബൈബിളിലൊക്കെ പരാമർശിച്ചിട്ടുണ്ട് ഊതുവൃക്ഷത്തെ പറ്റി. അതായത് സിങ്കോണ എന്ന് പറഞ്ഞാൽ അത് ഒരു വലിയ പ്രാധാന്യമുണ്ട്. അത് ഹനുമാൻ ഹോമിയോ എന്ന് പറയുന്ന വൈദ്യശാസ്ത്രത്തിൽ തുടക്കം കുറിക്കുന്നത് ഈ സിങ്കോണ എന്ന വൃക്ഷത്തിനാണ്. എന്ന് വെച്ചാൽ സിങ്കോണ എന്ന വൃക്ഷത്തിലായിരുന്നെങ്കിൽ ഹോമിയോ എന്ന് പറയുന്ന ഒരു വൈദ്യശാസ്ത്രം ഉണ്ടാവില്ലായിരുന്നു. അതതിൻ്റെ പ്രത്യേകത. മലമ്പനിക്കെതിരെ ഊതുവൃക്ഷം, ഇതാ ഊതുവൃക്ഷങ്ങൾ കണ്ടില്ലേ, ഊതിൻ്റെ അത്രത് കേട്ടിട്ടില്ലേ? അതേപോലെ ഇത് എല്ലാ മാസവും ജൂൺ 1-ന്റെയും 10-ന്റെയും ഇടയ്ക്ക് പൂക്കളുണ്ടാവും, കായ്കൾ തൊഴിക്കും. ഒരുപാട് പിന്നെ തൈകൾ ഇതിനെ ചോടേണ്ടത് അവിടെ ഉണ്ട്, ചോടുണ്ട്. ഇവിടെ ആ ഭാഗത്തൊക്കെ പടർന്ന് പന്തലിച്ച് കിടക്കും ഊത്. ഇതൊരു എവർഗ്രീൻ, ഇല പൊഴിക്കില്ല, എവർഗ്രീൻ നിത്യഹരിത വൃക്ഷമാണ്. പ്രത്യേകിച്ച് നമുക്ക് യാതൊരു പരിചരണമില്ലാതെ സ്വയം വളർന്നുകൊള്ളൂ. കേരളത്തിൽ ഇണങ്ങുന്നൊരു വൃക്ഷമാണ് ഊത്. വിഭൂതിഭൂഷൺ ബന്ദോപാധ്യായയുടെ ആരണ്യക് എന്ന നോവലും ജീൻ ജിയാനോയുടെ മരങ്ങൾ നട്ട മനുഷ്യൻ എന്ന കഥയുമാണ് സാഹിത്യപ്രേമിയായ മുഹമ്മദ് കോയയെ വനസ്വപ്നത്തിലേക്ക് ആനയിച്ചത്. ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് മുഴുവനും പശ്ചിമഘട്ട മലനിരകളിൽ ഉള്ള വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ തനത് വൃക്ഷം, കടന്നു വരുന്ന വൃക്ഷങ്ങളല്ല, വിദേശ വൃക്ഷങ്ങളല്ല, എന്താണോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എന്താണോ പുതിയ തലമുറയ്ക്ക് കാണാൻ കഴിയാതെ പോയത്
അത്തരം വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കണം. വാൽമീകി രാമായണമാണ് മറ്റൊരു നിത്യപ്രചോദനം. വാൽമീകി രാമായണത്തിൽ അശോകവനം, ചിത്രകൂടം, പഞ്ചവടി എന്നിവിടങ്ങളിലെ 47 വൃക്ഷങ്ങളുടെ പട്ടികയുണ്ടാക്കിയ മുഹമ്മദിന് 26 വൃക്ഷങ്ങളും കണ്ടെത്തി വളർത്താനായി. സീതാദേവി ലങ്കയിൽ ദുഃഖിതയായി ഇരുന്ന ശിംശിപ വൃക്ഷം ഉൾപ്പെടെ. ശിംശിപ്പ എന്ന് പറയുമ്പോൾ അത് സീത ആദ്യമായിട്ട് ഹനുമാൻ കാണുന്നത് അശോകവനിയിലെ ശിംശിപ്പ വൃക്ഷത്തിൻ്റെ ചുവടെയാണ്. പലർക്കും തെറ്റിദ്ധാരണ അശോക വൃക്ഷത്തിൻ്റെ ചുവടെയാണ്. അല്ല, ശ്രീബുദ്ധനെ പ്രസവിച്ച അമ്മ മായാദേവി പ്രസവിച്ച് വീണത് ചോലക്കാടുകളിലെ ലുംബിനിയിലെ പാച്ചോലക്കാടുകളിലെ ചുവട്ടിലാണ്. അതുപോലെ ശ്രീകൃഷ്ണൻ കാളിയമർദ്ദനത്തിന് വേണ്ടി കാളിനദിക്ക് എടുത്തു ചാടുന്നത് നീലക്കടമ്പ് എന്ന് പറയുന്ന കടമ്പ് വൃക്ഷത്തിൻ്റെ മേലെ നിന്നാണ്. അതേപോലെ നമ്മുടെ ചെങ്കുറിഞ്ഞി എന്ന് പറയുന്ന വൃക്ഷം, അതുകൊണ്ട് ചെങ്കുറിഞ്ഞിയുടെ തടി കൊണ്ടായിരുന്നു പണ്ട് തിരുവിതാംകൂർ മഹാരാജാക്കന്മാരൊക്കെ സിംഹാസനം ഉണ്ടാക്കാൻ വേണ്ടി. ഈ സസ്യോദ്യാനം ഒരു സാഹിത്യോദ്യാനം കൂടിയാണെന്ന് പറഞ്ഞല്ലോ. വിശ്വസാഹിത്യകൃതികളിൽ പരാമർശിച്ച വിശ്വപ്രസിദ്ധ വൃക്ഷങ്ങളെ കൂടാതെ എഴുത്തുകാരുടെ വചനങ്ങൾ കൂടി ആലേഖനം ചെയ്ത ഉദ്യാനമാണിത്. സസ്യോദ്യാനത്തിൻ്റെ കവാടത്തിൽ അയ്യപ്പപ്പണിക്കരുടെ കാടെവിടെ മക്കളെ എന്ന വിലാപശ്രുതി നാം കേൾക്കും. ഏറുമാടം കടന്നാൽ ഖലീൽ ജിബ്രാൻ്റെ വാക്കുകൾ. മരങ്ങൾ ദൈവം ആകാശത്തിലെഴുതിയ കവിതയത്രേ. വളരെ കുട്ടിയായ അവസരത്തിൽ തന്നെ 3-ാം ക്ലാസ്സിൽ 4-ാം ക്ലാസ്സിൽ തന്നെ ഞാൻ ഈ തകഴിയുടെ ചെമ്മീനും ഒക്കെ തോട്ടിയുടെ മകനൊക്കെ ഞാൻ 3-ാം ക്ലാസ്സിൽ നിന്ന് വായന തുടങ്ങി. MTയുടെ പുസ്തകങ്ങളൊക്കെ 4 കെട്ടൊക്കെ ഞാൻ 4-ാം ക്ലാസ്സിൽ നിന്ന്. ആ വായന എൻ്റെ വളരെ ചെറുപ്പത്തിൽ പറയുകയാണെങ്കിൽ എൻ്റെ അമ്മിഞ്ഞപ്പാലിനോടൊപ്പം എന്നിൽ വന്ന് ചേർന്ന ഒന്നാണ് വായന എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന അവസരത്തിൽ ഇങ്ങനെ ഒരു ഗാർഡൻ്റെ സെറ്റിങ്സിൽ ഞാൻ വൃക്ഷങ്ങൾ കണ്ടെത്തിയപ്പം മിഥോളജിയിലോ സാഹിത്യത്തിലോ വലിയ ക്ലാസിക്കലൊക്കെ ഉള്ള വൃക്ഷങ്ങളെ പുനഃസ്ഥാപിക്കണം എന്നൊരു ചിന്ത കൂടി എൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വൃക്ഷം അത് സാഹിത്യത്തിലോ ചരിത്രത്തിലോ മിഥോളജിയിലോ വഹിച്ച പങ്ക് കൂടി ഇപ്പോൾ ഉദാഹരണം പറയും രാമായണത്തിൽ, മഹാഭാരതത്തിൽ, ചിലപ്പതികാരത്തിൽ, ഇന്ദ്രപ്രസ്ഥത്തിൽ ഇങ്ങനെ വൃക്ഷശ്രേണി നീണ്ടു കിടക്കുകയാണ്. ഈ വിക്ടർ യോഗോൻ്റെ രചനകളിൽ, ഗബ്രിയൽ മാർക്കസിൻ്റെ രചനകളിൽ ഇങ്ങനെയുള്ള വൃക്ഷങ്ങളെ പ്രത്യേകം കണ്ടെത്തി പ്രത്യേകം ഐഡൻറ്റിഫൈ ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു. അത് ഞാൻ അവിടെ സാധിപ്പിച്ചെടുത്തിട്ടുണ്ട്. കുമാരനാശാൻ, ടാഗോർ, മാധവിക്കുട്ടി, അങ്ങനെ വാക്കും വൃക്ഷവും കൂടിക്കലരുന്നു. തത്താദൃശമായ നാഗരികത്വമേ എത്തായിക നീയി എളിയ ദിക്കിൽ എന്ന് ആശാൻ എഴുതിയ കവിതാശകലം ഈ വനാന്തരീക്ഷത്തിൽ അലയടിക്കുന്നു. ഒരു എഴുത്തുകാരൻ്റെ മനസ്സ് ഈ വനവിശേഷങ്ങളിൽ നിങ്ങൾ ഇതിനകം വായിച്ചു കാണും. ഒരു എഴുത്തുകാരനാണ് ഈ വനസ്നേഹി. ഇന്ത്യയുടെ സുവർണഗ്രാമമായ കൊടുവള്ളിയിൽ സ്വർണ്ണക്കട നടത്തുന്ന മുഹമ്മദ് കോയ 7 പുസ്തകങ്ങളുടെ രചയിതാവ് കൂടിയാണ്. നോവൽ, ചരിത്ര നോവൽ, ചെറുകഥ, നാടകം എന്നീ വിഭാഗങ്ങളിലായി വൈവിധ്യമുള്ള രചനകൾ. എഴുത്ത് വളരെ മുമ്പേ ഉണ്ട്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന അവസരത്തിൽ എന്ന് വെച്ചാൽ ഒരു 13 വയസ്സുള്ള സമയത്തിന് ചന്ദ്രിക ആഴ്ചപ്പതിപ്പിലെ ബാലഭക്തിയിൽ കൂടെ കഥകൾ പുസ്തകപ്പെടുത്തിക്കൊണ്ടാണ് എൻ്റെ എഴുത്തിലേക്കുള്ള. പിന്നീട് ഏറെക്കാലം ഞാനൊന്നും എഴുതിയിട്ടില്ലായിരുന്നു, വായന തന്നെയായിരുന്നു. പിന്നീട് 5-10 വർഷങ്ങൾക്ക് മുമ്പെയാണ് ഞാൻ ഒരു പുസ്തക രൂപത്തിൽ ആദ്യം ഇറങ്ങിയത്, ഒരു നോവൽ രൂപത്തിൽ ഇറങ്ങിയത്.
പിന്നീട് കുറച്ച് പുസ്തകങ്ങൾ വീണ്ടും വന്നു. ഇപ്പോൾ അത് 7 പുസ്തകത്തിൽ ഒതുങ്ങി നിൽക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയത് ചെന്നമല്ലിപുരത്തെ പുളിമരങ്ങൾ എന്ന നോവൽ. കേരള കർണാടക അതിർത്തിയിലെ ഒരു ഗ്രാമമായ ചെന്നമല്ലിപുരത്തിൻ്റെ നിഷ്കളങ്കതയിലേക്ക് അന്തകവിത്തുകളും മാരക കീടനാശിനികളും കൊള്ളപ്പലിശയും കടന്നുവരുന്നതിൻ്റെ ഭീഷണ സാന്നിധ്യമാണ് പ്രമേയം. ചെന്നമല്ലിപുരം എന്ന് പറയുകയാണെങ്കിൽ അത് കർണാടകത്തിലെ ഒരു ഗ്രാമമാണ്, ഒരു കുഗ്രാമം. ഞാൻ അവിടെ ഒരു ഭൂമി സംബന്ധമായ ഇടപാടിൽ അവിടെ കുറച്ച് കാലം പോകേണ്ടി വന്നിരുന്നു. ആ കാലത്തിൻ്റെ അനുഭവങ്ങളാണ് അത്. ആ പുസ്തകം എഴുതാനുള്ള ഒരു കാരണം, എനിക്ക് ഭുജംഗീയൻ ദശാവതാരങ്ങൾ, ശ്രീകൃഷ്ണ ആലൻഹലിയുടെ ആ പുസ്തകം, പാവത്താൻ, കാട്, അദ്ദേഹത്തിൻ്റെ കർണാടകയിലെ കുഗ്രാമങ്ങളുടെ അനുഭവം കൂടി എനിക്ക് ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. കർണാടക ഇതിവൃത്തമാക്കിക്കൊണ്ട് ഒരു നോവൽ രചനയ്ക്ക് എന്നെ പ്രേരിപ്പിച്ചത് ശ്രീകൃഷ്ണൻ കൂടിയാണ്. വായനയുടെ ലോകം മുഹമ്മദ് കോയയുടെ നിത്യജീവിതത്തെ ആവേശിച്ച കഥകൾ കൗതുകകരമായിരുന്നു. നല്ലൊരു വായനക്കാരൻ എന്ന് അഭിമാനിക്കുന്ന യാത്രികൻ വിസ്മയത്തോടെ കേട്ടുനിന്നു. വ്യാസൻ്റെ മഹാഭാരതം കഴിഞ്ഞാൽ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കൃതി യൂഗോവിൻ്റെ പാവങ്ങളാണ്, എല്ലാം മിശ്രപ്പെട്ട്. അതിൻ്റെ 150ാമത്തെ വാർഷികമാണ് ഇപ്പം നമ്മളിപ്പോൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വളരെ മുമ്പ് തന്നെ വിദ്യാർത്ഥി അവസരത്തിൽ തന്നെ സിസ്റ്റർ സിംപ്ലീസ് എന്ന് വെച്ചാൽ അതിലെ പാവങ്ങളുടെ കഥാനായകൻ ജിൻവാൽജീലിനെ ഒരു ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഒരു സിസ്റ്ററുണ്ട്, ക്രിസ്ത്യൻ സിസ്റ്ററാണ്. അവരുടെ പേര് സിസ്റ്റർ സിംപ്ലീസ് എന്നാണ്. ആ സിംപ്ലീസ് എന്ന കഥാപാത്രത്തോടെ എൻ്റെ മനസ്സ് ഞാൻ ഒരുപാട് ചേർത്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് ഞാൻ ഭർത്താവായി, ഞാൻ ഒരു അച്ഛനായി. ആ സമയത്ത് എനിക്ക് പെൺകുട്ടികളില്ലായിരുന്നു. പെൺകുട്ടികളില്ലാത്തതുകൊണ്ട് സിസ്റ്റർ സിംപ്ലീസിൻ്റെ പേരിടാൻ എനിക്ക് കഴിഞ്ഞില്ല. 5 ആൺകുട്ടികൾ. അത് കഴിഞ്ഞ് എൻ്റെ മൂത്ത മകന് ഒരു പെൺകുട്ടി പിറന്നപ്പോൾ ഞാൻ അതിന് ദഹബിയ സിംപ്ലീസ് എന്ന് വിളിച്ചു. രണ്ടാമതൊരു പെൺകുട്ടി അവന് പിറന്നപ്പോൾ ഞാൻ അവൾക്ക് ഫിലിയ സിംപ്ലീസ് എന്ന് വിളിച്ചു. ഒക്കെ ഈ യൂഗോവിൻ്റെ സിംപ്ലീസാണ്. പിന്നീട് എൻ്റെ രണ്ടാമത്തെ ആൺകുട്ടിക്ക് ഒരു പെൺകുട്ടി പിറന്നപ്പോൾ എന്നെ ആകർഷിച്ച മറ്റൊരു സ്ത്രീ കഥാപാത്രം ഷേക്സ്പിയറുടെ ഡെസ്നിമണ. ഒരു അൺലക്കി പെൺകുട്ടിയാണ്, അത് പക്ഷേ ആ പേരായിപ്പെട്ടത്. ആ പെൺകുട്ടിക്ക് ഇപ്പോൾ 2 മാസം പ്രായമായിട്ടുള്ളൂ. മുഹമ്മദ് കോയയുടെ സസ്യോദ്യാനത്തിലൊരിടത്ത് ഖലീൽ ജിബ്രാൻ്റെ അന്ത്യാഭിലാഷം എഴുതി വച്ചിരുന്നു: എൻ്റെ അമ്മയുടെ പുത്രന്മാരെ, എന്നെയോർത്ത് വിലപിക്കരുത്. ഇലച്ചില്ലകൾക്കു കീഴിൽ എന്നെ കിടത്തുക, ചുമലുകളിലേക്ക് എന്നെ എടുത്തുയർത്തുക, പിന്നെ മെല്ലെ എന്നെ വനാന്തരത്തിലേക്ക് കൊണ്ടുചെല്ലുക, ഒരു ശവപ്പറമ്പിലേക്ക് എന്നെ കൊണ്ടുപോകരുത്. എന്നെ മറവ് ചെയ്യാൻ വേണ്ടി ഞാൻ കണ്ടുവച്ച സ്ഥലം ഒരു സെമിത്തേരി അല്ല, ഒരു പള്ളിയുടെ കബർസ്ഥാനമല്ല. ഞാൻ താഴെ എഴുതി വെച്ചല്ലോ ജിബ്രാൻ്റെ ഒരു കോട്ടിങ്, ഇതാ അവിടെയാണ്. എൻ്റെ കുടുംബക്കാർക്ക് കാണിച്ചു കൊടുത്ത് എന്നെ ഇവിടെ തന്നെ മറവ് ചെയ്യാം. ഇവിടെ വരുന്ന സന്ദർശകന്മാർക്ക് ഒരു പൂവെങ്കിലും എടുത്തിട്ട് എൻ്റെ ശവ കുടീരത്തിലേക്ക് എറിയാം.